ഹായോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ കേരള PSC നോട്ടിഫിക്കേഷനുകൾ അവതരിപ്പിച്ചപ്പോൾ ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക് വളരെയധികം അവസരങ്ങളാണ് ഈ ഒരു മാസം വന്നിരിക്കുന്നത്. വ്യത്യസ്ത മേഖലയിലുള്ള ടെക്നിക്കൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒറ്റ ഫ്രെയിമിലൂടെ തന്നെ ഒരു വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ടെക്നിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ സ്ട്രീമിലും വ്യത്യസ്ത സ്ട്രീമുകൾ, അതായത് ബിടെക്, ഡിപ്ലോമ, ITA ലെവലിലുള്ള ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഏതൊക്കെ പോസ്റ്റുകളാണ്, അതുപോലെ തന്നെ ഓരോ സ്ട്രീമിലുള്ളവർക്കും ഏതൊക്കെ തസ്തികകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മെക്കാനിക്കൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് നോക്കാം. അതിൽ ആദ്യമായിട്ട് ITA ലെവലുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേത് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 ആണ്. ഇത് 553/2025 എന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഓവർസിയർ ഗ്രേഡ് 2 തന്നെ വിളിച്ചിരിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 549/2025 ആണ്. അടുത്തതായിട്ട് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തന്നെ വിളിച്ചിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. 549/2025 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ITA യോഗ്യതയാണെങ്കിലും അതിന് മുകളിലോട്ടുള്ള ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നറിയാം. ഒറ്റ പഠനത്തിലൂടെ തന്നെ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഇവയുടെയൊക്കെ നോട്ടിഫിക്കേഷനിലെ വേക്കൻസികളുടെ എണ്ണം നമ്മൾ കണക്കാക്കരുത്. കാരണം കേരള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിൽ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 10-ൽ താഴെയായിരുന്നു വേക്കൻസി. എന്നാൽ അതിലൊക്കെ നിയമനം നടന്നത് 500-ൽ പുറത്ത് നമ്പറാണ് വേക്കൻസിയിലാണ് നിയമനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വേക്കൻസി പോലും നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ പോസ്റ്റുകൾ അനായാസേന ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒറ്റ പഠനത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 പോസ്റ്റുകൾ ITA ലെവലിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇനി അടുത്തത് ബിടെക് ലെവലിലുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പ്രായപരിധി 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അത് കേരള പോർട്ട് സർവീസസിലേക്കാണ്. ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പോർട്ടുകളിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, തീരദേശ മേഖലയിൽ തന്നെ ലാർജ് പോർട്ടുകളും മീഡിയം പോർട്ടുകളും സ്മോൾ പോർട്ടുകളും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പോർട്ടുകളുണ്ട്. അതിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പോർട്ടുകളിലേക്കാണ് ഈ ഒരു നിയമനം വരുന്നത്. ഇതിൻ്റെയും പ്രായപരിധി 40 വയസ്സ് വരെ ഉണ്ട് എന്ന് ഓർക്കണം. ഇത് ജനറലിൻ്റെ ഏജ് ആണ് പറയുന്നത്. അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്നതാണ്. ഇത് ഹെൽത്ത് സർവീസസിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ഈ ഒരു പോസ്റ്റിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 536/2025 എന്ന് പറയുന്ന നമ്പറിലാണ്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് ഒരു മസ്റ്റായിട്ടുള്ള പോസ്റ്റാണ്. ഇതിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ബിടെക് ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 44 എന്ന് പറയുന്നൊരു ഏജ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രായപരിധിയിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല എക്സ്പീരിയൻസ് ചോദിച്ചതുകൊണ്ട് തന്നെ ഒരു മത്സരം ഇവിടെ വളരെ ലിബറൽ ആയിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളൊരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഒരു നല്ല സർക്കാർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട എക്സാമുകളാണ്. ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ആണ്. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 545/2025 എന്ന് പറയുന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റിയാണ്. അതിൽ 556/2025 എന്ന നമ്പറിലാണ്. ഈ 2 പോസ്റ്റും ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പോസ്റ്റാണ്. എന്നാൽ ബിടെക് എംടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് സിവിൽ നോട്ടിഫിക്കേഷൻ ആണ്. സിവിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ്. ആദ്യത്തേത് 548/2025 എന്ന നമ്പറിൽ വരുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയും, രണ്ടാമത്തേത് 537/2025 എന്ന നമ്പറിൽ വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതുമാണ്. ഈ 2 പോസ്റ്റും നിങ്ങൾക്ക് സിവിൽ മേഖലയിൽപ്പെട്ടവർക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത, അതായത് ഡ്രാഫ്റ്റ്മാന്റെ അടിസ്ഥാന യോഗ്യത ITA-യും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ യോഗ്യത ബിടെക്കുമാണ്. അപ്പോൾ ഇത് രണ്ടും സിവിൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന വെച്ചൊരു നല്ല പോസ്റ്റ് തന്നെയാണ്. ഇതിനും നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്.
അടുത്തതായിട്ട് അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അത് 540/2025 എന്ന് പറയുന്ന നമ്പറിൽ വന്നിരിക്കുന്ന സോയിൽ കൺസർവേഷൻ ഓഫീസറാണ്. അതായത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഏതാണ്ട് അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അധികാരവും അതുപോലെ തന്നെ സാലറി സ്കെയിലും ഒക്കെ ലഭിക്കുന്ന അത്യാവശ്യം ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഉള്ളൊരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിന് വേണ്ടി അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക തന്നെ വേണം. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനിയും പറയാനുള്ളത് പഠനമാണ്. ഈ PSC നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാമിനേഷൻ ഇങ്ങ് എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ റിയാലിറ്റി. PSC വളരെയധികം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഫസ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2 and 3, അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, വാട്ടർ അതോറിറ്റി, സോയിൽ കൺസർവേഷൻ ഓഫീസർ തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്ത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റും. PSCയുടെ സിസ്റ്റം മാറിയതനുസരിച്ച് നമ്മുടെ പഠന രീതി മാറണം. ഇനിയൊരു സ്മാർട്ട് വർക്കിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല റാങ്കിൽ എത്തത്തക്ക രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ തസ്തികയുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ വീഡിയോയുടെ ഓരോ നോട്ടിഫിക്കേഷൻ്റെയും വിശദമായ കണ്ടന്റുകൾ അതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കണ്ട, കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായി താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.